ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ശ്രീമാൻ ജോയ് തുമ്പവൺ സാറാണ്. കഴിഞ്ഞ പല പ്രാവശ്യം ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഏതാനും പ്രാവശ്യം നമ്മുടെ ഈ പ്രയർ ലൈനിൽ കർത്താവിൻ്റെ ദാസൻ തിരുവനന്തപുരം സംസാരിച്ചിട്ടുണ്ട്. ഹൂസ്റ്റണിലെ ഹെബ്രോൻ ചർച്ചിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ ദാസൻ ഹാർവസ്റ്റ് TV USA ഒരു സംഘാടകനാണ്. ക്രൈസ്തവ സാഹിത്യ രംഗത്ത് ശക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണെന്ന് പറയുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഈ പ്രയർ ലൈനിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് യശശരീരനായ പാസ്റ്റർ MV ജോർജാണ്. അവർ തമ്മിൽ സ്നേഹിതരായിരുന്നു. അങ്ങനെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് MV ജോർജ് പാസ്റ്ററാണ് ഈ പ്രയർ ലൈനിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് ഈ പ്രയർ ലൈനിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. കർത്താവ് തൻ്റെ ദാസനെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ തിരുവനന്തപുരം സംസാരിക്കുമ്പോൾ ദയവായിട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക, സാന്നിധ്യബോധത്തോടുകൂടി ആയിരിക്കുക. കർത്താവ് നീ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ജോയ് തുമ്പവൺ സാർ. താങ്ക് യു ഫോർ ദ നൈസ് ഇൻട്രൊഡക്ഷൻ. താങ്ക് യു പാസ്റ്റർ അനീഷ് പാസ്റ്ററെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തന്നെ നേരി കാണുവാനും എനിക്ക് ഇടയായതായ സന്ദർഭം എന്ന് പറയുന്നത് പാസ്റ്റർ MV ജോർജ് അവരുടെ നിര്യാണത്തിൽ ഞാൻ ഷിക്കാഗോ സന്ദർശിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസനുമായി അല്പസമയം ചിലവഴിപ്പാനും ഒക്കെ എനിക്ക് ദൈവം നൽകി തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഹല്ലേലൂയ പ്രചരണത്തിനു വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേക വർഷങ്ങളായി നടത്തുന്ന ഈ ഷിക്കാഗോ പ്രയർ ലൈനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷിന് വേണ്ടി ദൈവം ഹല്ലേലൂയ ഒരുക്കിയിരിക്കുന്ന ഈ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും തന്നെ അനുമോദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യമായി ഞാൻ വന്ദനം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ ഹല്ലേലൂയ പ്രാർത്ഥിച്ച എല്ലാവരോടും ഹല്ലേലൂയ, വിശേഷാൽ ഹല്ലേലൂയ ജെസ്സി സിസ്റ്റർ പാസ്റ്റർ MV ജോർജിന്റെ വൈഫ് ശാരീരികമായി നല്ല സുഖമില്ലെന്ന് അറിഞ്ഞു. അവരെ എല്ലാം കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ പാസ്റ്റർ സാങ്കുട്ടി ഹല്ലേലൂയ, അതുപോലെ ജോസി സഹോദരൻ, ഇങ്ങനെ തുടങ്ങി അനേകർ പ്രാർത്ഥിച്ചല്ലോ. അതിലെല്ലാം മനോഹരമായ ഒരു ഗാനം ആലപിച്ച ജോയിസ് മാത്യൂസിനോടുള്ളതായ സ്നേഹവും ഹല്ലേലൂയ നന്മയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മെ മാറ്റിമറിക്കുന്നത്, നമ്മളെ നിത്യതയിൽ എത്തിയിരിക്കുന്നത്, അനന്ത നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യമുള്ളത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ഉത്തേജനം നൽകിയതുകൊണ്ട് ആ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23-24 ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള ഒരു തെറ്റായ പ്രചരണം ഹല്ലേലൂയ വിശേഷാൽ ആഫ്രിക്കയിൽ നിന്നുള്ള പലരും ഇവിടെ പറഞ്ഞു. അമേരിക്കയിലുള്ള പലരും അത് ഏറ്റുപാടി. എന്നാൽ അവർക്ക് മനസ്സിലായില്ല, കർത്താവായ യേശുക്രിസ്തു ഒരു കള്ളനെ പോലെയാണ് വരുന്നത്. അവൻ്റെ വരവാർക്കും ഹല്ലേലൂയ നേരത്തെ പറയുവാൻ കഴിയാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 37-ാം വാക്യം ഞാൻ വായിക്കുന്നു. Hebrew chapter 10 verse 37 I am going to read. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്
വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കിക്കൊണ്ട്, ഓ നിന്റെ വരവിനെ, ഹല്ലേലൂയ, എപ്പോൾ നീ വരുമെന്ന് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നിന്റെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ഹല്ലേലൂയ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ കാണപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ നീ സഹായിക്കുമാറാകണമേ. യൂട്യൂബിലും ഹല്ലേലൂയ മറ്റുള്ള ഹല്ലേലൂയ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൃതിതന്ത്രികളിൽ ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുവിന്റെ വരവിൽ കാണപ്പെടുവാനുള്ളതായ വലിയ ഒരു ആഗ്രഹം കൊടുക്കുമാറാകണമേ. ഇന്ന് ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ വരവിനായി കാത്തിരിപ്പാൻ ഒരുങ്ങുവാൻ നിങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ഹല്ലേലൂയ. അതാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നത്. ദൈവമേ, നിങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനം സംസാരിപ്പാൻ അടിയനെ സഹായിക്കുന്നതോടൊപ്പം തന്നെ കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ. സകലം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ എബ്രായ ലേഖനകാരൻ വളരെ അസന്നിഗ്ധമായി പറയുകയാണ്, പ്രിയമുള്ളവരെ, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഹല്ലേലൂയ ലേഖനമാണ്. അതേക്കുറിച്ച് ഞാൻ മുഖവരിയായി ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ ജീവിത ശൈലിയെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ഉയർത്തി കാണിക്കുവാനായി എബ്രായ വിശ്വാസികൾക്ക് ഒരുപക്ഷേ ഹല്ലേലൂയ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണെന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അവിടെ ഹല്ലേലൂയ ഓരോ അധ്യായവും എടുത്തു നോക്കുമ്പോൾ യേശു ഹല്ലേലൂയ ദൂതന്മാരെക്കാൾ വലിയവൻ, യേശു ദേവാലയത്തെക്കാൾ വലിയവൻ, യേശു ദേവാലയത്തിലെ വിശുദ്ധ ഉപകരണത്തെക്കാൾ വലിയവൻ, യേശു മഹാപുരോഹിതന്മാരെക്കാൾ അധിക വലിയവൻ. അവൻ മൽക്കീസദേക്കിന് പ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ. മാനുഷികമായ എബ്രായ ഹല്ലേലൂയ പൗരോഹിത്വമൊക്കെ നശിച്ചു പോകുമ്പോൾ മൽക്കീസദേക്കിന് പ്രകാരം ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മൽക്കീസദേക്കിനെ ഹല്ലേലൂയ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. അവന്റെ പൗരോഹിത്യം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. ലോകത്തിലുള്ളതായ മഹാപുരോഹിതന്മാർ ഹല്ലേലൂയ അവരുടെ സ്വന്തം പാപത്തിന് വേണ്ടിയും മനുഷ്യരുടെ പാപത്തിന് വേണ്ടിയും ഹല്ലേലൂയ പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് ഹല്ലേലൂയ രക്തം തളിച്ച് ശുദ്ധീകരിക്കുന്ന പോലെ ഹല്ലേലൂയ അല്ല, അവൻ സ്വന്തം രക്തത്താൽ ഹല്ലേലൂയ ആകാശങ്ങളിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതനായി നിന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവസാനമായി ആകാശങ്ങളിലൂടെ കടന്നുപോയ മഹാപുരോഹിതൻ ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും കടന്ന് മൂന്നാം സ്വർഗത്തിലേക്ക് കടന്നു എന്ന് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായ യേശു ഇനിയും അവിടെ ഇരിക്കുന്നവനായിട്ടല്ല. പൗലോസ് പറയുകയാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 37-ാം വാക്യത്തില്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ താമസം എന്ന് വിചാരിക്കുന്ന പോലെ അവൻ വരുവാൻ താമസിക്കയില്ല. ഹല്ലേലൂയ. അവൻ എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനായ അവൻ വരും. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ വിചാരിച്ചു, ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം കഴിഞ്ഞിട്ട് 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിക്ഷേപത്രയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 11-ാം അധ്യായത്തിൽ എഴുതി തുടങ്ങുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് 11-ാം അധ്യായത്തിൽ എഴുതിയെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യ സമയത്ത് ലേഖനങ്ങൾ, വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ എഴുതിയപ്പോൾ അധ്യായം തിരിച്ചിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ വേദവാക്യങ്ങൾ തിരിച്ചിട്ടില്ലായിരുന്നു. അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അധ്യായവും വാക്യങ്ങളും തിരിക്കുകയുണ്ടായത്. അപ്പോൾ അത് തുടർന്ന് വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഹല്ലേലൂയ എബ്രായ ലേഖനകാരൻ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ?
എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. നമുക്കൊരു വിശ്വാസമുണ്ട്, അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. ഹല്ലേലൂയ. എന്താണ് നാം ആശിക്കുന്നത്? വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാന് വേദപുസ്തകത്തിന്റെ അനേക കാര്യങ്ങൾ എടുത്തു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള മനുഷ്യനായി അവതരിക്കുന്ന ആ അവതരത്തെ കുറിച്ച് പ്രവാചക ശ്രേഷ്ഠന്മാർ, പ്രവാചക പുങ്കവന്മാര് അനേക തിരുവെഴുത്തുകളില് ഹല്ലേലൂയ രേഖപ്പെടുത്തി. നൂറുകണക്കിന് ഹല്ലേലൂയ ശ്രീയുടെ സന്തതി, സർപ്പത്തിന്റെ തലയെ തകർക്കുന്നു തുടങ്ങി അങ്ങനെ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള അനേക രേഖകൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അനേക ദൃഷ്ടാന്തങ്ങളും റഫറൻസുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിലൊന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഹല്ലേലൂയ അനേക ദൃഷ്ടാന്തങ്ങളാൽ ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ഉടനീളം, വിശേഷാൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ വരവിനെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ കൽപ്പിച്ചു, ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നു. എന്നാൽ ഞാൻ പോകുന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അവന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുകയാണ്. അവൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ അവൻ പിന്നെയും വന്ന് നമ്മെ ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൂതന്മാർ, 2 ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ വന്ന് അവരോട് പറയുന്ന ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 9 മുതലുള്ള വാക്യമാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഹല്ലേലൂയ. അവൻ പോകുമ്പോൾ അവർ ആകാശത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ, അവൻ പോയതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഹല്ലേലൂയ. അത് അപ്പോസ്തല പ്രവൃത്തികൾ ഹല്ലേലൂയ 11-ാം വാക്യത്തിലാണ്, 1:11 എഴുതിയിരിക്കുന്നത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്വർഗത്തിൽ പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ ഹല്ലേലൂയ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു അവൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന്. ഇവിടെ ദൂതന്മാർ പറയുകയാണ് ഹല്ലേലൂയ അവൻ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുന്നത് കണ്ടതുപോലെ ഹല്ലേലൂയ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. ആ ഒലുമലയില് 100 കണക്കിന് ശിഷ്യന്മാർ അനേക ഗലീല പുരുഷന്മാരുമായി ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ആ ഒല്ലുമലയിൽ നിന്ന് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു മന്നം പൊങ്ങി. അവനിങ്ങനെ പൊങ്ങി ആരോഹണം ചെയ്തു. ഹല്ലേലൂയ. ഒരു മേഘം അവനെ വന്ന് മൂടി. അവർ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അരുമനാഥനെ കാണുവാനായി, ഒരു നോക്ക് കാണുവാനായി അവർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ 2 ദൂതന്മാർ, വെള്ളവസ്ത്രധാരികളായ 2 ദൂതന്മാർ കടന്നു വന്ന് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ പോകുന്നത് കണ്ടതുപോലെ അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിന്റെ താളുകൾ മുഴുവനും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വളരെയധികം ഹല്ലേലൂയ എഴുതിയിരിക്കുന്ന കാണുവാൻ കഴിയും. ശ്ലീഹന്മാരെല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിയ വരവിനെ കുറിച്ച് വളരെ ആധികാരികമായും വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. നാം ചരിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടത്, നാം സ്നാനപ്പെട്ടത്, നാം ആത്മീക അഭിഷേകം പ്രാപിച്ചത്, വിശുദ്ധ ജീവിതം നയിക്കുന്നത്, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ അനന്ത നിത്യതയില് യേശുമായി കാണുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിത്യരക്ഷ നമുക്ക് അവൻ നൽകിയത് കേവലം വെറുതെയല്ല. കാൽവറിയിൽ അവൻ മരിച്ചത് കേവലം വെറുതെയല്ല. കാര്യം പാണികൾ അവന്റെ കാര്യങ്ങളില് ആഞ്ഞടിച്ച ക്രൂരരായ റോമ പടയാളികൾ അവനെ ക്രൂശിച്ചത് വെറുതെയല്ല പ്രിയമുള്ളവരെ. അവൻ മരിച്ചത് നമ്മളെ അനന്ത നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഇനിയും എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. വേദപുസ്തകത്തിലുടനീളം 1-2 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് ഞാൻ ഹല്ലേലൂയ ഈ സന്ദേശത്തിൽ നിന്ന് സമാപിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അതുകൂടെ ഞാൻ വായിച്ചിട്ട് ഹല്ലേലൂയ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഹല്ലേലൂയ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയനേക വെളിപ്പാടുകൾ ലഭിച്ചതായ പൗലോസ് ഹല്ലേലൂയ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ കഴിയാത്തതായ ദിവ്യ ദർശനങ്ങളെ പ്രാപിച്ചതായ പൗലോസ് ഹല്ലേലൂയ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയതായ പൗലോസ്, അവൻ കർത്താവിന്റെ ദാസനായ പൗലോസ് പറയുകയാണ്. എന്താണ് പറയുന്നത്? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ശിഷ്യന്മാരിൽ ലേഖനകർത്താക്കളില് പുതിയ നിയമ കർത്താക്കളിൽ ഏറ്റവും പ്രമുഖനായ ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, അവൻ ഗംഭീരനാദത്തോടുകൂടെ കടന്നു വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും ഹല്ലേലൂയ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ദൈവത്തിന്റെ കാഹളനാദത്തോടുകൂടെ അവൻ ഹല്ലേലൂയ കടന്നു വരും. ഹല്ലേലൂയ. അവന്റെ വരവേറ്റവും സമീപമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മർത്യമായത് അമർത്യത്തെ പ്രാപിക്കും. ഹല്ലേലൂയ. ഈ ക്ഷയമായത് അക്ഷയത്വത്തെ പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മൺമയമായത് സ്വർഗീയ പ്രതിമ ധരിക്കും. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു അവസ്ഥയാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്നാണ് സംഭവിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടുകൂടി കടന്നു വരുന്ന ഒരു സുദിനമുണ്ട്. ഹല്ലേലൂയ. ആ സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലോകമെല്ലാം ദ്രുതഗതിയില് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പിതാവിൽ നിന്ന് രാജ്ഞ ലഭിക്കുവാനായി ദൂതന്മാർ കാത്തിരിക്കുകയാണ്. പിതാവിൽ നിന്ന് രാജ്ഞ ലഭിക്കുവാനായി പുത്രൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ എന്റെ വൃതന്മാരെ, എന്നോട് നിയമം ചെയ്ത് എന്റെ വൃതന്മാരെ ഇവിടെ കൂട്ടുവീർ എന്നുള്ള ആജ്ഞ അവരിൽ ലഭിക്കുന്ന അവസരത്തില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രധാന ശബ്ദമുണ്ടാകും. ഹല്ലേലൂയ. എന്റെ വൃതന്മാരെ ഇവിടെ ചേർക്കുവീർ എന്നുള്ള ശബ്ദമുണ്ടാകും. ഹല്ലേലൂയ. മുൻപേ മരിച്ചവർ മുന്നേ എഴുന്നേൽക്കുകയും നമ്മൾ ഹല്ലേലൂയ നിമിഷ നേരം കൊണ്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എ ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. റാപ്ചർ എന്നുള്ള പദമാണ് പലപ്പോഴും യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പലപ്പോഴും എഴുതുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പദമില്ലെങ്കിൽ തന്നെയും ഹല്ലേലൂയ, ഒരു കഴുകൻ കോഴിയെ റാഞ്ചുന്നത് പോലെ ഹല്ലേലൂയ ഭൂമിയിലേക്ക് കടന്നു വന്ന് വിശുദ്ധന്മാരെ റാഞ്ചി ഹല്ലേലൂയ സ്വർഗങ്ങളിലേക്ക് ആ മേഘ സ്ഥലത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത സ്ഥലത്തെ കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. ഹല്ലേലൂയ. നമ്മുടെ പാർപ്പിടമോ സ്വർഗമാണ്.
അവിടെ ദൈവം നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുകയാണ്. അവിടേക്ക് നമ്മെ കൊണ്ടുപോകുവാനുള്ളതായ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒന്നില് നമ്മുടെ കർണപുടങ്ങളില് ദൈവത്തിന്റെ കാഹള ധ്വനി കേൾക്കുവാനുള്ള സമയം ഏറ്റവും ആസന്നമായി. ഈ ദിവസങ്ങളിൽ നമ്മൾ മർത്യമായ ശരീരം ഹല്ലേലൂയ അമർത്യതയെ പ്രാപിക്കുന്ന സമയമായി. ഹല്ലേലൂയ ഈ മൺമയമായതും ഹല്ലേലൂയ ക്ഷയവും മാറ്റവും മാലിന്യമുള്ളതായ നമ്മുടെ ശരീരം ഹല്ലേലൂയ അമർത്യമായത് പ്രാപിക്കുന്ന ഒരു സമയം വരുവാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം. വിശുദ്ധിയും വേർപാടും ഹല്ലേലൂയ ദൈവിക ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. അതുപോലെ പത്രോസ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യാക്കോബ് അപ്പോസ്തലൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വിവരിക്കുവാനുള്ളതായ സമയമില്ലെങ്കിലും പെട്ടെന്ന് ഹല്ലേലൂയ പത്രോസ് പറഞ്ഞത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാകയാൽ ഞാൻ അതൊന്ന് വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് പത്രോസിന്റെ കർത്താവിന്റെ ദാസന്മാരില് അഗ്രഗണ്യനും ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുമായ പത്രോസ് ഹല്ലേലൂയ അതിന്റെ 3:3 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. പത്രോസിന്റെ ലേഖനം അതിന്റെ പത്രോസിന്റെ ലേഖനം 2 Peter chapter 3 verse 3. പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. കർത്താവായ പത്രോസ് ലേഖനം എഴുതി വരുമ്പോൾ അതിന്റെ 2-ാം ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു 3:3. ഹല്ലേലൂയ. അന്നത്തെ കാലത്തുള്ള ജനങ്ങളുടെ ആ സംശയത്തെ ഹല്ലേലൂയ മാറ്റി മറിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തീർച്ചയായും തിരിച്ചു വരുമെന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തുവാനായിട്ടാണ് താൻ ഇവിടെ ലേഖനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? 3:3 2 പത്രോസ് 3:3 പ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടുകൂടി അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഈ കാലഘട്ടത്തില് നമ്മൾ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആകാശമേഘങ്ങളെ വാഹനമാക്കി 1000 ദൂതന്മാരുമായി വരുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ പരിഹസിക്കുന്ന പരിഹാസികളുണ്ട് എന്ന് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പത്രോസ് എഴുതിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? ഹല്ലേലൂയ. പിതാക്കന്മാർ ഹല്ലേലൂയ നിദ്ര കൊണ്ട പോലെ ഇരുന്ന പോലെ സകലവും ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അനുസരിക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ 3:9 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 2 പത്രോസ് 3:9 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, എന്നാൽ ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും വിചാരിക്കും കർത്താവ് വരുവാൻ താമസിക്കുന്നുവല്ലോ എന്ന്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി, എല്ലാവരും നിത്യരാജ്യത്തിലേക്ക് ഹല്ലേലൂയ എത്തേണ്ടതിന് വേണ്ടി അവൻ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് ഹല്ലേലൂയ നിത്യരക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പലരും ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ അവസ്ഥയുള്ളവരായിരുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ നിത്യരക്ഷ പ്രാപിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം നൽകിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യ രക്ഷ പ്രാപിക്കേണ്ടതിന്, എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി അവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്.
കർത്താവിന്റെ ഹല്ലേലൂയ വരവിനെ കുറിച്ച് മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? യാക്കോബ് 5:7 ഹല്ലേലൂയ, അവന്റെ പ്രത്യക്ഷത ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ വെളിപ്പാടില് എന്താണ് പറയുന്നത് അറിയാമോ? ആമീൻ. കർത്താവായ യേശുവേ, നീ വേഗം വരേണമെന്നാണ് നമ്മുടെ ഹൃദയ അന്തർഭാഗത്തു നിന്നുള്ള രോദനം എന്ന് പറയുന്നത്. ആമീൻ. കർത്താവായ യേശുവേ, നീ വേഗം വരേണമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ ശതകത്തിലെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ദൈവത്തിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, ഹല്ലേലൂയ, നൂറ്റാണ്ടുകളായി ജീവിച്ച വിശുദ്ധന്മാരും വിശുദ്ധമതികളുടെയും ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നുള്ള ആത്മീക രോദനം എന്ന് പറയുന്നത്, ആമീൻ കർത്താവേ, നീ വേഗം വരേണമെന്നാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊന്നും അവൻ വരും. സകല ലോക സംഭവങ്ങളും യേശുവിന്റെ വരവിനെ വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിവർത്തിക്കുവാൻ ഒന്നുമില്ല, സകലം നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിതാവ് ആജ്ഞ കൊടുത്താൽ പുത്രൻ തമ്പുരാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആകാശത്തിൽ നിന്ന് നമ്മെ ചേർക്കുവാനായി ഭൂമിയിലേക്ക് വരും. പിതാവ് ആജ്ഞ കൊടുത്താല് 1000 ഹല്ലേലൂയ, ദൂതഗണങ്ങള് കോടാനുകോടി ദൂതന്മാരുമായി ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തോടും കാഹളധ്വനിയോടും കൂടി അവൻ വരും. മർത്യമായത് അമർത്യത്തെ പ്രാപിക്കുന്ന ഒരു അവസരം ഉണ്ടാകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ആ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈ വിഷയങ്ങളുടെ ഞാൻ ഇതുവരെയും പറഞ്ഞതായ വിഷയങ്ങളെ കുറിച്ച് 1-2 വാക്യത്തിൽ സംക്ഷിപ്തമായി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ നിർത്തുവാനായി ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിന്റെ പ്രകാരം എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. എബ്രായ വിശ്വാസികളെ, പുതിയ നിയമ വിശ്വാസികളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഹല്ലേലൂയ അസന്നിഗ്ധമായി പറയുവാനുള്ളതെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഈ വാക്യാണ്. ഹല്ലേലൂയ, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ, മടങ്ങി വരും, അമ്മയെ ചേർക്കുവാനായി മടങ്ങി വരും. ദൂതന്മാർ പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, അവൻ പോയതുപോലെ അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. സകല ശ്ലീഹാന്മാരും അവരുടെ ലേഖനങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. ഹല്ലേലൂയ. ഈ വരവിനായി നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെയും ഈ വരവിനായി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ രാത്രികാലം നിങ്ങളോട് ഹല്ലേലൂയ ഗൗരവമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധിയും വേർപാടും ഹല്ലേലൂയ അനുകരിച്ച്, ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെന്ന് ഹല്ലേലൂയ അനന്ത നിത്യതയില് നിങ്ങൾ കാണപ്പെടുവാൻ, ആ നിത്യരക്ഷ പ്രാപിപ്പാൻ ആവശ്യമായതെല്ലാം നിങ്ങൾ കരുതട്ടെ. ഈ പ്രേരണയിൽ കടന്നു വരികയും ഹല്ലേലൂയ ഇതുവരെയും ദൈവത്തിന്റെ വചനം ശ്രമിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഹല്ലേലൂയ എന്റെ ഹൃദയമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഒരു അവസരം നൽകി തന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ അനീഷ് പാസ്റ്ററോടും ഹല്ലേലൂയ മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ വളരെ നന്ദിയുള്ളവരായിരിക്കും. ഈ ദൈവവചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങളോട് പറഞ്ഞതിന് ശേഷം സുനിൽ പാസ്റ്റർ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട് നമ്മൾ എബ്രായ ലേഖനത്തില് കർത്താവിൻ്റെ നിസ്തുലതയെക്കുറിച്ചാണ്, ബൈബിളിൽ ഉടനീളം കർത്താവിൻ്റെ നിസ്തുലതയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, മഹാപുരോഹിതൻ, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അത് സാധാരണ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ആളുകൾക്ക് അപ്രാപ്യനായൊരു വ്യക്തിയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതശൈലി നടത്തുന്ന ഒരാളാണ്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? ഒരു മനുഷ്യന് കടന്നു പോകാവുന്ന സകല ദുഃഖങ്ങളിലും കൂടെ കടന്നുപോയ, സകല പീഡനങ്ങളിലും കൂടെ, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ്. അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. സാധാരണ ഒരു മഹാപുരോഹിതൻ അങ്ങനെയുള്ള സാധാരണക്കാരുടെ കഷ്ടങ്ങളിലൊന്നും താതാത്മ്യം പ്രാപിക്കുകയില്ല. അദ്ദേഹം വളരെ ഉയർന്ന തലങ്ങളിൽ
നമുക്കറിയാം നമ്മുടെ ബിഷപ്പുമാരൊക്കെ വളരെ ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവരാണ്, അതുപോലെയുള്ള ഒരു മഹാപുരോഹിതനാണ്. എന്നാൽ നമുക്കുള്ള മഹാപുരോഹിതൻ അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മോടൊപ്പം നടക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. പിന്നീട് കർത്താവിൻ്റെ ദാസൻ പറയാൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ എബ്രായ ലേഖനം എഴുതിയത് ഒരുപക്ഷെ ഒരു പുരോഹിതനോ മഹാപുരോഹിതനോ ആയിരിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ യാഗങ്ങളെക്കുറിച്ചും സമാഗമന കൂടാരത്തെക്കുറിച്ചും ഒക്കെ സാധാരണക്കാർക്ക് അറിയുന്നതിനേക്കാളും വളരെ ആഴമായിട്ട് അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ ലേഖനം എഴുതുന്നത് നമുക്ക് അറിയാം. പിന്നീട് കർത്താവിൻ്റെ ദാസൻ ഊന്നി പറഞ്ഞ രണ്ടാം വരവ്, പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഈ വേദിയിൽ തന്നെ നമ്മൾ കേട്ടത്. നമുക്കറിയാം, നമ്മുടെ റജി കോഷി ബ്രദർ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് പുസ്തകം എഴുതി, അതിനെക്കുറിച്ച് യൂട്യൂബിൽ ചാനലുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ സഭ ഈ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ തന്നെ കർത്താവിൻ്റെ ഈ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുക. ഇന്നത്തെ സഭ എത്രമാത്രം കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ബൈബിൾ തീരുന്നത് തന്നെ എങ്ങനെയാണ്? ഞാൻ നോക്കുകയായിരുന്നു, അവസാനത്തെ ആ വാക്യം തന്നെ എന്താണ്? ഇതാ വീണ്ടും വരുന്നു എന്ന് ഞാൻ കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നെ പറയാണ്, യോഹന്നാൻ എഴുതുകയാണ്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. അതായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന. ആമേൻ കർത്താവായ യേശുവേ വരണമേ, ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാകുന്നതിന് വേണ്ടി, ആ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ടിരിക്കുന്നതിന് വേണ്ടി ഉള്ള ആ കാത്തിരിപ്പാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഇന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 തലമുറകൾക്ക് മുൻപ്, അല്ലെങ്കിൽ ആ പെന്തക്കോസ്ത് പ്രസ്ഥാനമൊക്കെ ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ, അല്ലെ കഴിഞ്ഞ തലമുറയിലാണെങ്കിലും ആളുകൾ അതൊക്കെയായിരുന്നു പ്രസംഗിക്കുന്ന വിഷയം. കർത്താവിൻ്റെ രണ്ടാം വരവായിരുന്നു. ഒത്തിരിയും പ്രസംഗിക്കുന്ന വിഷയം കർത്താവിൻ്റെ ഇന്ന് അതൊന്നും അല്ലല്ലോ പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ എന്ന് പ്രസംഗിച്ചു, കഴിഞ്ഞ ദിവസം റജി കോഷി പ്രസംഗിച്ചു. അല്ലാതെ സാധാരണ നമ്മൾ ഉള്ള വേദികളിലും കൺവെൻഷൻ പ്രസംഗങ്ങളിലും ഒക്കെ അത് അധികം കേൾക്കുന്നുണ്ടോ? ഇല്ല, നമ്മളധികം കേൾക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു തലമുറയിൽ അതായിരുന്നു കൂടുതലും ആളുകൾ, ദേവദാസന്മാർ പ്രസംഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പൗലോസ് പറയുന്ന പോലെ ഉയരത്തിലുള്ളത് ചിന്തിക്കാം, ഭൂമിയിലുള്ളതല്ല. ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഉയരത്തിലുള്ളതിന്, ആത്മീകമായിട്ടുള്ളതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസന് കാര്യങ്ങൾ വളരെ ഊന്നി പറഞ്ഞല്ലോ. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന്, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ പ്രയർ ലൈനിൽ വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പ്രയർ ലൈനിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.